വെൽക്കം ടു അവർ ചാനൽ ബെർലിൻ ടു ബാലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾ, വെറും രണ്ട് ചോദ്യങ്ങളുടെ ആൻസറാണ്. എല്ലാവരും കുറേ നാളുകളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പലർക്കും ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഫോണിൽ വിളിച്ച ആൾക്കാർക്കൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒത്തിരി ആൾക്കാരുടെ മനസ്സിൽ ഇതൊരു ചോദ്യമായിട്ട് അവശേഷിക്കാൻ, അതായത് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ്. രണ്ട് ചോദ്യങ്ങളിലൂടെ ഞാൻ അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെങ്കൻ രാജ്യത്ത് എത്ര രൂപയാണ് മിനിമം സാലറി? അങ്ങനെയുള്ളൊരു ചോദ്യവും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഷെങ്കൻ കൺട്രീസ് ഇപ്പം നമുക്കറിയാലോ, ഷെങ്കൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആദ്യം 26 ക്രൊയേഷ്യ വന്ന് 27 പിന്നെ എന്താണ്, ബൾഗേറിയയും റൊമേനിയയും വന്ന് 29 ഷെങ്കൻ കൺട്രീസായി മാറി. ഇനിയും ഭാവിയിൽ പുതിയ പുതിയ രാജ്യങ്ങൾ, ഷെങ്കൻ യൂണിയനിൽ ഇല്ലാത്ത പല രാജ്യങ്ങളും ഷെങ്കൻ സോണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് കുറേ നാളത്തെ അപേക്ഷകളൊക്കെ വെച്ചിട്ട് എന്താണ്, അത് ഈ PR ഒക്കെ കിട്ടും, നമുക്ക് PR ഒക്കെ കിട്ടുന്ന പോലുള്ളൊരു പ്രൊസീജിയറാണ്. ഓരോ രാജ്യങ്ങളും അപേക്ഷിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇത് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് വെക്കുന്നു. അപ്പോൾ അങ്ങനെ പല പല റിപ്പോർട്ടുകൾ, റോഡ് നന്നാക്കണം, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. അതിനുശേഷം ഇവർ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഷെങ്കൻ സോണിലേക്ക് ചില രാജ്യങ്ങൾ അതിനെന്താണ് വീറ്റോ ചെയ്യും, എതിർക്കും. അവർക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്ത ചില കേസാണെങ്കിൽ എതിർക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇതെല്ലാം മറികടന്നിട്ടാണ് ഈ ഷെങ്കൻ സോണിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം റൊമേനിയ എങ്ങാണ്ട് ഷെങ്കൻ സോണിലേക്ക് വന്ന സമയത്ത് ബെൽജിയമോ ഏതോ രാജ്യമോ വീറ്റോ പ്രയോഗിച്ചായിട്ടൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു വാർത്തയിലൊക്കെ. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അവർ ഷെങ്കൻ സോണിലേക്ക് വന്നു. അപ്പോൾ ഷെങ്കൻ സോണിലെ മിനിമം വേജ് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പലതരത്തിലുള്ള ആൾക്കാരാണുള്ളത്. അതായത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, നിത്യവൃത്തിക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മീഡിയം, ഇപ്പോൾ സർക്കാർ ജോലി, അതുപോലെ തന്നെ ഒരുമാതിരി മീഡിയം ക്ലാസ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരത്യാവശ്യം സമ്പാദ്യശീലമുള്ളവരും പൈസ വളരെ അധികം നല്ല രീതിയിൽ ചിലവഴിക്കുന്നവരാണ്. നല്ല രീതി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ചിലവഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ എന്താണ്, ഉയർന്ന ശ്രേണിയിലുള്ള ചില ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, അതിസമ്പന്നർ. അപ്പോൾ അതിസമ്പന്നർ, മധ്യ വർഗ്ഗക്കാർ, അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും താഴ്ന്ന ആൾക്കാർ, 3 തരം ആൾക്കാരെയാണ് നമുക്ക് ഏതൊരു ഇതിലും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷെങ്കൻ കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും അങ്ങനെ പറയാൻ പറ്റും. അതായത് അരിഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന ചില രാജ്യങ്ങൾ, ഒരു ആവറേജ്, എബോ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല സമ്പന്നരെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്വിറ്റ്സർലാൻഡ്, സ്കാൻഡിനേവിയൻ കൺട്രീസ്, സ്കാൻഡിനേവിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, അങ്ങനത്തെ കുറേ കൺട്രീസ്, വൈക്കിംഗ് സിനിമകൾക്കകത്തൊക്കെ പ്രതിപാദിക്കുന്ന ആ ഒരു രാജ്യക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില രാജ്യക്കാരുണ്ട്. ഏതാണ്, ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, പിന്നെ ജർമ്മനി നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. ഫ്രാൻസിനെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഇങ്ങനെ ലക്സംബർഗ് വളരെ ചെറിയൊരു രാജ്യമാണ്. ലക്സംബർഗിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തു പറയുകയാണ്, ലക്സംബർഗിലേക്ക് വളരെ നല്ല പ്രൊഫൈലാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വിസ കിട്ടാൻ ചാൻസ് ഉണ്ട്. വളരെ ചെറിയ രാജ്യമാണ്, അതിസമ്പന്നമായ രാജ്യമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ടൂറിസ്റ്റിനൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ വേറെ രാജ്യത്ത് വരുന്ന ടൂറിസ്റ്റുകൾ ഇവരുടെ രാജ്യത്ത് വന്ന് ടൂറിസം എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എൻ്റയർലി ഫ്രീ ആണ്. ഇവരായിട്ട് ടൂറിസ്റ്റ് വിസ അത്ര എൻകറേജ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി എന്ത് ചെയ്യുന്നു, ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരല്ലേ ഇവർക്ക് എന്താണ്, ഇവരുടെ സ്ഥലത്തേക്ക് വരും. പക്ഷേ ഈ സ്ഥലത്തേക്ക് മാത്രം ടൂറിസ്റ്റ് വിസ വെച്ച് വരുന്ന ആൾക്കാർ കുറവാണ്. കാരണം അവിടെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. റിച്ചാണ്, അതീവ റിച്ചാണ്. പിന്നെ നെതർലാൻഡ്സ്, ഇവരൊക്കെ വേണമെങ്കിൽ നമുക്ക് സമ്പന്നരുടെ പട്ടികയിൽപ്പെടുത്താം. അതുപോലെ തന്നെ ഇറ്റലി, സ്പെയിന്, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ട്. ഇറ്റലി, സ്പെയിന്, അതിന് സമാനമായ ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ എന്താണ്, നമുക്ക് ഒരു മധ്യം, ഇറ്റലി എന്നൊക്കെ പറഞ്ഞാൽ അതിസമ്പന്നരായിരുന്നില്ല, ആദ്യകാലത്തൊക്കെ നല്ല സമ്പന്നതയായിരുന്നു. കയ്യിരിപ്പ് കാരണം എന്താണ്, ഇവർ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇവർ താഴേക്ക് വന്നു. പിന്നെ എന്താണ്, ഈ ലാറ്റ്വിയ, ലിത്വാനിയ, അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ, ഇപ്പോൾ ബൾഗേറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ അടിത്തറയൊന്നുമില്ല. അവിടുത്തെയൊക്കെ മിനിമം വേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർക്ക് 10, 400, 450 ഒക്കെ ആയിരുന്നു നോർമലി ഇത് വന്നത്. മിനിമം വേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ഷെങ്കൻ സോണിലില്ല. ചിലപ്പോൾ അത് നിയമപരമായിട്ട് കാണും, പക്ഷേ ഷെങ്കൻ സോണിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം സാമ്പത്തികമായിട്ടും ഒരു ചെറിയ തോതിലൊരു നോട്ടമുണ്ട്. പ്രധാനമായിട്ടും ഷെങ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റോഡ് ഗതാഗതം, അതായത് റോഡ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ്, മറ്റുള്ള രീതിയിലുള്ള കപ്പലാണെങ്കിൽ കപ്പൽ, ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട ഗതാഗതം, ഈ ഗതാഗതങ്ങളെല്ലാം എന്താണ്, ട്രെയിന്, ഇതെല്ലാം എന്താണ്, സ്മൂത്ത് ആക്കുക, ബോർഡർ ഫ്രീ ആയിരിക്കുക എന്നാണ് ഷെങ്കൻ സോണിൻ്റെ അർത്ഥം. യാത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണ് ഷെങ്കൻ.
ഷെങ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്കോ ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിലേക്കോ ഒക്കെ കടക്കാനായിട്ട് എന്താണ് അതിർവരമ്പുകളില്ല. നമ്മൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് കടക്കുന്നത് നമ്മൾ പോലും അറിയത്തില്ല. ഞങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ അതിർ ഏതാണ്, വേറൊരു രാജ്യം എവിടെയാണ് തുടങ്ങുന്നതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ വളരെ ഒബ്സർവിംഗ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ അറിയാം. നമ്മൾ അതേ രീതിയിലാണ് യാത്രയാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്താൽ അത്രമാത്രം നമുക്ക് മനസ്സിലാവില്ല. ചില രീതിയിൽ ടാക്സിയിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെയധികം ഒബ്സർവ് ചെയ്തിരുന്നാൽ ഇന്ന രാജ്യം കടന്നു, ഇന്ന രാജ്യത്തേക്ക് കയറി. ചില എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 3-4 കൺട്രീസിൽ ടേബിൾ ഇട്ടിട്ട്, അതായത് ഒരാളിരിക്കുന്നത്, ഞാനിരിക്കുന്നത് എന്താണ് ഇറ്റലിയിലാണെങ്കിൽ വേറൊരാളിരിക്കുന്നത് ഫ്രാൻസിലായിരിക്കും, വേറൊരാളിരിക്കുന്നത് നെതർലാൻഡ് അതുമാതിരിയുള്ള കൺട്രിയിലായിരിക്കും. അങ്ങനെ വരെ ഒന്ന് കാപ്പ് കുടിക്കുക, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും വർത്താനം പറഞ്ഞ്. അതിരില്ലാത്തവർ, അതായത് അതിരുകൾ അപ്രസക്തമാവുകയാണ് ഷെങ്കൻ എന്ന് പറഞ്ഞ ഇതിൽ, ആ ഉടമ്പടിയോടുകൂടി. സാമ്പത്തികമായിട്ട് വലിയ പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല, അതിരുകൾക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പൊ ഇവിടെ മിനിമം സാലറി എന്ന് പറഞ്ഞാൽ, ഷെങ്കൻ സോണിൽ മിനിമം സാലറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാലറി ഇല്ല. സാമ്പത്തികമായിട്ട് ഒരു ഇത് കാണിക്കുന്ന ഒരു ഇതാണെങ്കിൽ മാത്രമല്ലേ അതിന് പ്രാധാന്യമുള്ളൂ. ഇപ്പം സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് 4 ലക്ഷം രൂപ അതിനൊക്കെ അതിന് മേലോട്ടും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാത്വിയ ലിത്വാനിയം പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്താണ്, അവിടെയൊക്കെ 10, 700, 750, ക്രൊയേഷ്യയിലൊക്കെ ആ ഒരു റേഞ്ചിൽ. ഇപ്പോൾ ബൾഗേറിയയിലും ഒക്കെ വലിയ വ്യത്യാസം കാണുന്നില്ല. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കാണാം 500, 600 രൂപയ്ക്കകത്ത് 500. റൊമേനിയയിലും ഒക്കെ ആ ഒരു റേഞ്ചിൽ 650, ആ ഒരു റേഞ്ചിൽ യൂറോയിലുള്ള സാലറികളൊക്കെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് നിൽക്കുന്ന ഇറ്റലി എന്നൊക്കെ പറയുമ്പോൾ 2000, 1500, 2000 ഒക്കെ ആയിരിക്കും ഒരു മിനിമം ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യത്ത് നല്ല സാലറി ആയിരിക്കും. ഈ ഒരു ഇറ്റലി പോലുള്ള രാജ്യത്ത് 1500, 2000 ആ റേഞ്ചിലായിരിക്കും നോർമൽ ഒരു. അതിന് കൂടുതലും കാണും, കുറവും കാണും. ഞാനൊരു ആവറേജ് ആണ് പറഞ്ഞത്. മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ഒരു 500 മുതൽ ഒരു 700, 750, 800 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ 3 സ്ലോട്ടുകളായിട്ട് നമ്മളിതിനെ തിരിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ്, ഈ രാജ്യങ്ങൾക്കൊന്നും ഈ ഷെങ്കൻ എന്ന ഒരു ഉടമ്പടിയുടെ പേരിൽ ഉണ്ടായ ഈ ഒരു കൂട്ടായ്മയ്ക്ക് മിനിമം വേജ് ഇല്ല. അപ്പോൾ ഒരു രാജ്യത്തിന്റെ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല തമിഴ്നാട്ടിൽ കൊടുക്കുന്നത്, തമിഴ്നാട്ടിൽ കൊടുക്കുന്നതായിരിക്കത്തില്ല കർണാടകയിൽ കൊടുക്കുന്നത്. ഇത് ഓരോന്നിനും വ്യത്യാസമാണ്. യാതൊരു ബന്ധവുമില്ലാത്ത ചില മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ അപ്രസക്തമാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു സാലറി ഇല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വലിയ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളിൽ സ്വിറ്റ്സർലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് ഒക്കെ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിസ റെഫ്യൂസ് ആവും. ഫ്രാൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരു നെതർലാൻഡ്സ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഒരു ആവറേജ് രീതിയിലുള്ള ആൾക്കാർക്കും വിസ കൊടുക്കും. പക്ഷേ ഈ സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താണ്, വളരെ സാമ്പത്തികമായ, അതായത് ഒരു ദിവസത്തിൽ 15,000, 20,000 രൂപയൊക്കെ ചിലവാകും സ്വിറ്റ്സർലാൻഡിൽ ഒരു ദിവസം താമസിക്കണമെങ്കിൽ. ഒരു ദിവസത്തെ ഹോട്ടൽ ചാർജൊക്കെ ഒരു 10,000 രൂപയ്ക്ക് അടുത്താവും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് ഇതെല്ലാം കൂടി 20 രൂപ, 15 രൂപയ്ക്കും 20 രൂപയ്ക്കും നിങ്ങൾക്ക് പട്ടിണി കിടക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 10,000 രൂപ സ്വിറ്റ്സർലാൻഡിൽ ചിലവാകും. ആ രീതിയിലുള്ള ഇൻകം ഉള്ളവർ മാത്രമേ ഉള്ളൂ അവരെന്ത് ചെയ്യുള്ളൂ, അങ്ങോട്ടേക്ക് ടൂറിസ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പൊതുവെ ഒന്ന് പറഞ്ഞാണ്. ഫ്രാൻസിലൊക്കെ ആണെങ്കിൽ അത് ഏകദേശം ഒരു 10,000, 12,000 രൂപയ്ക്ക് ആ ശാലോടെ താഴ്ട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള രാജ്യങ്ങളാണെങ്കിൽ എന്താണ്, അതിൽ കുറച്ചോട്ട് താഴ്ട്ട് വരും. അപ്പം കുറച്ച് താഴ്ട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളൊന്നും ടൂറിസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് അവിടെ വിസയ്ക്ക് വെച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, വിസയ്ക്ക് വെക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വിസ കിട്ടത്തില്ല. പിന്നെ രണ്ടാമതൊരു ചാൻസ്, ഒരു 50% ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുകയാണ്. രണ്ടാമത് വിസ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഷെയറിംഗ് ആണ്. ഈ ഷെങ്കൻ സോണിലുള്ള ഡേറ്റാസ് എല്ലാം പരസ്പരം ഷെയറിംഗ് ആണ്. ഇപ്പോൾ അവരത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കി. അതുകൊണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അത് വളരെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നൽകിക്കഴിഞ്ഞു. കാരണം ഷെങ്കൻ സോൺ എന്ന് പറഞ്ഞതിൽ യാത്രയ്ക്കാണ് പ്രാധാന്യം, അല്ലാതെ സാലറി കൊടുക്കുന്നതിനല്ല പ്രാധാന്യം. യാത്ര തടസ്സരഹിതമാക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. പിന്നെ വേറൊരു എല്ലാവരുടെയും ഒരു തെറ്റായ ഒരു ധാരണയാണ്, ഈ ഷെങ്കൻ വിസ കിട്ടിയാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ പോളണ്ടിൽ ഒരു വിസ കിട്ടുന്ന ഒരാളോട് പറയുമോ, ഓ നിൻ്റെയൊക്കെ ഭാഗ്യം, നിനക്ക് എവിടെ വേണം വർക്ക് ചെയ്യാം, നിനക്ക് പോളണ്ടിൽ വർക്ക് ചെയ്യാം, ജർമ്മനിയിൽ വർക്ക് ചെയ്യാം, ഇറ്റലിയിൽ വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് സ്വിറ്റ്സർലാൻഡിൽ വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള തെറ്റായ ചില ധാരണകളാണ്. കാരണം ഒരു ഷെങ്കൻ വിസ, ടൂറിസ്റ്റ് വിസ ആണെങ്കിലും എന്ത് തരം വിസയാണെങ്കിലും എന്താണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാമല്ലോ. ഏജന്റുമാരും പറയണം അങ്ങനെയാണ്. ഷെങ്കൻ വിസയല്ലേ, നിങ്ങൾക്ക് ഇറ്റലി പോകാമല്ലോ, അവിടെ പോകല്ലോ, ഇവിടെ പോകല്ലോ. ആക്ച്വലി എന്താണ് സംഭവം, ഷെങ്കൻ വിസ എന്ന് പറഞ്ഞാൽ ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈസിനെസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു വിസയാണ്. അല്ലാതെ ഈ ലോകത്തുള്ള ഇതിന് യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലൊന്നും പോയി വർക്ക് ചെയ്യാനായിട്ട് യാതൊരു പെർമിഷനും ഇല്ല. ടൂറിസ്റ്റ് വിസ വെച്ചിട്ട് എന്താണ്, ചില രാജ്യങ്ങളിൽ പോയി, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. അവരത് എന്താണ്,
പൊതുവെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതെല്ലാ രാജ്യങ്ങളും വെച്ച് പൊറുപ്പിക്കത്തില്ല. പോളണ്ടിൻ്റെ ഒരു വർക്ക് വിസ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ജർമ്മനി തൊട്ടടുത്ത് കിടക്കുന്നതാണ്. ലക്സംബർഗ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് മറ്റു രാജ്യങ്ങളുണ്ട്. ഈ രാജ്യം ഫ്രാൻസിലൊന്നും പോയി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലീഗലായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ലീഗലായിട്ട് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് ഈ വിസ കിട്ടിയ രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാം, അവിടെ താമസിക്കാം, അവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യാം, കൾച്ചർ ആസ്വദിക്കാം, മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ബിസിനസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ തേടാം. പക്ഷേ ബിസിനസ് ചെയ്യാനായിട്ട് ബിസിനസ് വിസ കിട്ടിയെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് പോളണ്ടിൻ്റെ ഒരു ടൂറിസ്റ്റ് വിസ കിട്ടിയെങ്കിൽ ജർമ്മനി പോയി ബിസിനസ് ചർച്ചകൾ നടത്താം, തെറ്റില്ല. പക്ഷെ നിങ്ങളിവിടെ പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങൾ ഈ ടൂറിസ്റ്റ് വിസയിൽ അല്ലെങ്കിൽ വിസിറ്റർ കാറ്റഗറി വിസയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് തെറ്റായ ധാരണയാണ്. ഇപ്പോൾ പോളണ്ടിൽ നിങ്ങൾ സിമ്പിളി ചിന്തിച്ച് നോക്കും. ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എറണാകുളത്ത് പോലും ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എറണാകുളത്ത് മലയാളമാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, എനിക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്ത് എത്തിച്ചേരാൻ പറ്റും. രാവിലെ പോയാൽ വൈകിട്ട് വരാൻ പറ്റും. ഭക്ഷണം ഏകദേശം സെയിമാണ്. എല്ലാ കാര്യങ്ങളിലും എന്താണ് സമാനതകൾ പുലർത്തുന്ന കോട്ടയവും എറണാകുളവും വളരെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ കോട്ടയത്ത് നിന്നുകൊണ്ട് എനിക്ക് എറണാകുളത്ത് പോലും ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തമിഴ്നാട്ടിൽ ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കർണാടകത്തിൽ, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമാണ്, ഇന്ത്യൻ യൂണിയൻപ്പെട്ട വിസയുടെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളാണിത്. ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങളാണ്. കർണാടകം, തമിഴ്നാട്ടിൽ ചെന്നൈ, മുംബൈ, മഹാരാഷ്ട്രയിലെ ഇവിടങ്ങളിലൊന്നും പോയി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ഏജൻറ്റ് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ അങ്ങ് പൊക്കോ, നിങ്ങൾ പോളണ്ടിലേക്ക് പൊക്കോ, അവിടെ ജർമ്മനി അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാമല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ജർമ്മനിയും പോളണ്ടും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഭാഷ വ്യത്യാസമാണ്. ജർമ്മൻ ഭാഷ മാത്രമേ പറയുള്ളൂ. ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൾച്ചർ വ്യത്യാസമാണ്. വസ്ത്രധാരണ രീതികൾ വ്യത്യാസമുണ്ട് ഒരു പരിധിവരെ. അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള നോർമൽ വസ്ത്രങ്ങളല്ല. ഭക്ഷണം വ്യത്യാസമാണ്. അങ്ങനെ എ ടു സെഡ് കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന രാജ്യങ്ങളാണ്. അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയെക്കുറിച്ച് പറയും. ഇന്ത്യയിലുള്ള ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളുണ്ട്. ഈ ഷെങ്കൻ കൺട്രികൾ പോലെയാണ്. 29ഓളം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെയെല്ലാം എന്താണ്, നാനാ രീതികളാണ്, പല രീതികളാണ്. ഭക്ഷണം, വസ്ത്രം, വീടിന് നിർമ്മിതി, ഭാഷ, ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഇന്ത്യക്കാരാണ്. അതേപോലെ നമുക്ക് എന്താണ് ഇവരെല്ലാം ഷെങ്കനാന്ന് പറയാം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനാന്ന് പറയാം. അതല്ലാതെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളായിട്ട് അവിടെ ചെന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോയി ജോലി ചെയ്യാൻ അതീവ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചെല്ലുന്ന രാജ്യത്ത് തന്നെ എന്താണ് ചില ബുദ്ധിമുട്ടുകൾ നേരിടും. വേറൊരു രാജ്യത്ത് പോയി നമ്മൾ ജർമ്മനിയിലൊന്നും ചിലപ്പോൾ പോകാൻ പറ്റുമെങ്കിലും പോകത്ത് പോലുമില്ല. എനിക്ക് പലതവണ ഷെങ്കൻ വിസ കിട്ടിയിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. കാരണം അമിതമായ ചിലവുകളാണ് സ്വിറ്റ്സർലാൻഡിൽ. നമുക്കൊരിക്കലും താങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അന്നന്നത്തെ ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പൈസ കയ്യിലിരിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം സ്വിറ്റ്സർലാൻഡൊക്കെ അപ്രാപ്യമാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ജോലി പോലും പോയി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. ആ രീതികൾ ഉപയോഗിച്ചുകൊണ്ടെന്താണ് അവർക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത്. ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി എന്താണ് ഈ IT പ്രൊഫഷണൽസ് അവിടെ വലിയ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമില്ല. ഇംഗ്ലീഷൊക്കെ ആയിരിക്കും നോർമലി കോഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ, IT നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ഹൈലി പ്രൊഫഷണൽസിന്, എഞ്ചിനീയേഴ്സ്, അതായത് ഒരു പ്രത്യേക ഒരു സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരിക്കും. പൊതുവെ ഒരു 80% ഇംഗ്ലീഷ് അറിയാമായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് അതിന് തക്കതായിട്ടുള്ള ജോലികൾ കിട്ടും. അല്ലാതെ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ടൂറിസ്റ്റ് വിസ ഷെങ്കൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ലോകത്തിലൊന്നും ആ ഷെങ്കൻ സോണിലൊന്നും എല്ലാ രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഒരു രാജ്യത്ത് പോലും സത്യത്തിൽ ജോലി ചെയ്യാൻ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ എന്താണ് വിസിറ്റർ കാറ്റഗറി വിസ അനുവദിക്കുന്നതല്ല. അപ്പോൾ ഈ ഏജൻറ്റ് പറയുന്നത് തികച്ചും തെറ്റായ കാര്യങ്ങളാണ്. നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം പലപ്പോഴായിട്ട് പല ആൾക്കാരും ചോദിച്ചതാണ്. അപ്പോൾ ഒരു ആൻസറായിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം ജോലി തിരക്കും കടുത്ത ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ്. കാര്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കടുത്ത ടെൻഷൻ. പിന്നെ ഇവിടെ വിൻ്റർ ആയിരുന്നു. വിൻ്ററിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3:30 ആകുമ്പോഴത്തേക്കും ഇരുട്ടാവും. നേരം വെളുക്കുമ്പം ഒരു 8 മണിക്ക് ശേഷമൊക്കെ ഉള്ളൂ സൂര്യൻ്റെ പ്രകാശം കിട്ടുള്ളൂ. അപ്പോൾ വന്നിട്ടൊരു 5-6 മാസത്തേന് ആ ഒരു കാറ്റഗറി ഇതിലേക്ക് പോയി. അപ്പോൾ നമുക്ക് രാവിലെ ഒരു ഇടുങ്ങിയ ഒരു മുറിയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. നേരെ ചൊവ്വേ അവിടെ വായുസഞ്ചാരം പോലും ഇല്ലായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു മയങ്ങി ഇരിക്കുന്ന ഒരവസ്ഥയിൽ. കാരണം ഒരു ചെറിയ റൂമെന്ന് പറഞ്ഞാൽ ഒരു റൂമും ഒരു ചെറിയൊരു ബാത്റൂം, ഒരു കിച്ചണും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ്.
ഞാൻ ആ വീടിൻ്റെ പടം എൻ്റെ വീഡിയോ ഉണ്ട്, പിന്നീട് നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ അവിടുന്ന് വേറൊരു വീട്ടിലേക്ക് മാറി. വേറൊരു വീട്ടിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര മാസമായില്ല, ഒരു 10-40 ദിവസമായുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ നല്ലതാണ്. ഈ 2 നിലയാണ്, അത്യാവശ്യം കാറ്റും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം വിൻ്റർ മാറി സമ്മറായല്ലോ. സമ്മറായപ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സൂര്യൻ്റെ പ്രകാശം നന്നായിട്ടുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ രാത്രിയിൽ ഒരു 8 മണി 9 മണിക്കകത്തേ ഉള്ളൂ ഏകദേശം സൺ സെറ്റ് ആവുള്ളൂ. 9 മണി വരെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. ഇന്ന് പക്ഷേ ഇച്ചിരി മൂടലാണ്. അതായത് ഇവിടെ യു കെയിലെ വെതർ ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം എപ്പോഴും മഴയുണ്ടാവും. ഇതൊരു ഐലൻഡാണല്ലോ. മഴയുടെ ഒരു ഇതുണ്ട്. യു കെയുടെ വെതറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും രസകരമായ ഒരു കാര്യമുണ്ട്. യു കെയിലെ വെതറും ഈ പെൺകുട്ടികളുടെ മനസ്സും ഏകദേശം ഒരുപോലെയാണെന്നാണ് പറയപ്പെടുന്നത്. കവികൾ, ഇവിടെയുള്ള ആൾക്കാരുമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കാരണം എപ്പം വേണം ഇത് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിൽ കണ്ടിട്ട് കുടയെടുക്കാതെ പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടാകും. 2 ദിവസം നല്ല വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മഴയായിരിക്കും, ഉറപ്പാണ്. ഇന്നിപ്പോൾ മൂടിക്കെട്ടി കിടക്കുവാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞും ചൂട് ഇവിടെ തോന്നുന്നുണ്ട്. ഇവിടെ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം വിയർക്കാറില്ലെന്ന് മാത്രം. ഇതൊരു കടലിൻ്റെ തീരമാണ്. പക്ഷേ നല്ല ക്ലൈമറ്റാണ്. ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈ സണ്ണൊക്കെ സെറ്റാകുന്ന ആ സമയത്ത് ചെറിയ ചൂടൊക്കെ കുറഞ്ഞ് നമുക്ക് വെളിയിലിറങ്ങി നടക്കാനായിട്ട് വളരെ രസമാണ്. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നു. അത് കാണിക്കാൻ പറ്റില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. എൻ്റെ ഈ വീടിൻ്റെ ചുറ്റുവട്ടം നമ്മുടെ തൊട്ടടുത്തൊക്കെ ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ചെറിയ ആപ്പിളാണ് തൊട്ടടുത്ത വീട്ടിൽ. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഈ ആപ്പിൾ മരം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കിടക്കും. അത് പൂവുള്ളപ്പോഴാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പോൾ ഒരു ആപ്പിൾ ഒരു 1/4 ഭാഗത്തോളമായി. എനിക്കൊന്ന് ഒരു 1.5 മാസം കൊണ്ട് അത് വലുതാവും. അപ്പം 100 കണക്കിന് ആപ്പിളുകളുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായും ഉൾക്കൊള്ളിക്കാം. ഇവിടെ എന്തോ സൗണ്ട് ഉണ്ട്. ഇവർ ഒരു പുല്ലൊക്കെ വെട്ടിത്തെളിക്കുന്ന ഒരു സാഹചര്യമാണ്. ആപ്പിളിൻ്റെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നോക്കാം. മരം ഇതാണ്, ആപ്പിളിൻ്റെ മരവേ. ആപ്പിൾ മരമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം ചെറിയൊരു ചുവപ്പ് കളറിൽ ഇങ്ങനെ ആപ്പിളായി വരുന്നുണ്ട്. പച്ചയും ചുവപ്പും കളറിൽ ഒരു 3 ആപ്പിളിൻ്റെ മരങ്ങളുണ്ട്. തൊട്ടടുത്ത വീട്ടിലാണ്. അവർക്ക് എന്തൊക്കെയോ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം. ഇവിടെ പറമ്പുകളൊക്കെ വൃത്തിയാക്കുന്നത് 2 സായിപ്പന്മാർ വന്ന് പറമ്പുകൾ വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ 5 ഫ്ലാറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പറമ്പാണെന്ന് കരുതി. ഇപ്പോൾ സായിപ്പന്മാർ വന്ന് വെട്ടി തെളിച്ചപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ അല്ല എന്ന് മനസ്സിലാകുന്നത്. കാരണം ഓരോ ഫ്ലാറ്റുകാരനും ചെറിയ പറമ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗ്രില്ലിങ്ങും സംഭവങ്ങളുമൊക്കെ ഈ വീക്കെൻഡുകളിൽ വെള്ളിയാഴ്ചകളിലൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ ഗ്രില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. രസമാണ് ഇവിടുത്തെ നിർമ്മിതിയും കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളുമൊക്കെ വളരെ രസകരമാണ്. കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം വീണ്ടും ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി. കാരണം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ശാന്തമായ അന്തരീക്ഷം കുറച്ചൊക്കെ ഒരു ആശ്വാസം നൽകി. കുറച്ച് സാമ്പത്തികമായിട്ട് കടങ്ങളൊക്കെ വീട്ടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. കുറേ നാളുകൂടി എടുക്കും മൊത്തം കടങ്ങളും കാര്യങ്ങളൊക്കെ തീരുമ്പോഴേ. അപ്പോൾ നിങ്ങളിത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സായിപ്പന്മാർ മരം വെട്ടുന്നത്, മരമല്ല സോറി, പുല്ല് വെട്ടുന്നത്. ആപ്പിൾ ഇവിടെ ഉണ്ട്. ആപ്പിൾ വലുതാകുന്നതിനനുസരിച്ച് കാണിക്കുന്നത്. ആപ്പിളൊക്കെ കാണാനായിട്ട് വലിയ താല്പര്യമുണ്ട്. എനിക്കും വലിയ താല്പര്യമായിരുന്നു. ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ ഉണ്ടായി കിടക്കണമെന്ന് കാണാൻ സാധിച്ചു. രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ ഇതിങ്ങനെ നോക്കിയിരിക്കും. ചെറിയ കിളികളൊക്കെ ഇങ്ങനെ വന്ന് ചിലയ്ക്കും. ഈ ആപ്പിളിൻ്റെ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകും. കടലിലുള്ള ഒരു തരം പക്ഷിയുണ്ട്, വീഡിയോയിൽ എപ്പോഴും ഇട്ടിട്ടുണ്ട്. ആ പക്ഷിയൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കും. നമുക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് പറന്നു പോകും. അല്ലെങ്കിൽ എന്താണ്, ഈ സൈഡിൽ കൂടെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകും. റോഡിലും അവിടെ ഇവിടെയൊക്കെ കാണാം. നമ്മുടെ ഒരു നാട്ടിലെ ഒരു താറാവിൻ്റെയൊക്കെ അത്രയും വലുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വലിയ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അപ്പം താങ്ക് യു. സീ യു.